സംഭവം നടന്ന ദിവസം എത്ര മണിക്കാണ് നിങ്ങൾ കൈമൾ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ എത്തിച്ചേർന്നത്? 4 മണിക്ക്. എത്ര മണിക്കാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? 3:30. എന്തിനാണ് നിങ്ങൾ അവിടെ പോയത്? ഒരു കേസ് ഡിസ്കസ് ചെയ്യാൻ. ആര് പറഞ്ഞ അനുസരിച്ചാണ്? മിസ്റ്റർ ശ്യാം പ്രകാശ്. എന്തിനെ കുറിച്ചുള്ള കേസാണ്? വ്യാജമരുന്ന് വിറ്റതിന്റെ. ആര് വിറ്റു? മിസ്റ്റർ കൈമൾ. മിസ്റ്റർ കൈമൾ വ്യാജമരുന്ന് വിറ്റു എന്നോ? കൈമൾ വിറ്റു എന്നതാണ് പോലീസ് കേസ്. ഏത് വകുപ്പ് പ്രകാരമാണ് ആ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്? ആ കേസിന്റെ വാദം ഏത് ഘട്ടം വരെയായി? ഇതുവരെ എത്ര സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു? തൊണ്ടിയായ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടോ? പ്രോസിക്യൂഷന്റെ പോയിന്റ്സ് എന്തൊക്കെയാണ്? IPC സെക്ഷൻ 274 അഡൾട്രേഷൻ ഓഫ് ഡ്രഗ്സ് ആണോ? IPC സെക്ഷൻ 275 സെയിൽ ഓഫ് അഡൾട്ടറേറ്റഡ് ഡ്രഗ്സ് ആണോ പ്രോസിക്യൂഷൻ പ്ലീഡ് ചെയ്തിരിക്കുന്നത്? യുവർ ഓണർ, ആ കേസിന്റെ ബേസിക് ഫാക്ട്സ് പോലും അറിയാത്ത മിസ്റ്റർ ഗോപാലകൃഷ്ണനെ ശ്യാം പ്രകാശ് തന്റെ കേസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കൈമൾ കൺസ്ട്രക്ഷൻസിലേക്ക് അയച്ചു എന്ന് പറയുന്നത് തികച്ചും അവിശ്വസനീയമാണ്. യുവർ ഓണർ, ലെറ്റ് മീ കം ടു മൈ നെക്സ്റ്റ് പോയിന്റ്. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ അന്നേ ദിവസം ഒരു വിവാഹ നിശ്ചയത്തിൽ സംബന്ധിക്കാൻ ഓഫീസിൽ നിന്ന് നേരത്തെ പോകാൻ വേണ്ടി നിങ്ങളുടെ സീനിയറായ ശ്യാം പ്രകാശിനോട്, അതായത് എന്നോട്, നിങ്ങൾ അനുവാദം ചോദിച്ചിരുന്നോ? ചോദിച്ചിരുന്നു. എന്നിട്ട് നിങ്ങൾ പോയില്ലേ? അത് ഞാൻ. യുവർ ഓണർ, അന്നേ ദിവസം മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഇലഞ്ഞിക്കര എന്ന സ്ഥലത്ത് പോയി വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തു എന്നതിനുള്ള തെളിവുകൾ ഞാൻ ഹാജരാക്കാം. ഇത് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയുടെ സഹോദരനുമായി എടുത്ത ഫോട്ടോയാണ്. യുവർ ഓണർ, ഞാൻ വിവാഹ നിശ്ചയത്തിന് പോയിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ അത് വൈകുന്നേരം 5 മണിക്കായിരുന്നു. മിസ് ഗീത കൈമൾ കൺസ്ട്രക്ഷനിൽ വന്നു പോയ ഉടനെ ഞാൻ നേരെ എലഞ്ഞിക്കരയ്ക്കാണ് പോയത്. യുവർ ഓണർ, എന്റെ ജൂനിയറും മാന്യ സുഹൃത്തും സത്യസന്ധനും ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനുമായ നമ്മുടെ സാക്ഷി മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന്റെ സത്യാവസ്ഥ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഫോട്ടോയിൽ അദ്ദേഹം കയ്യിൽ ധരിച്ചിട്ടുള്ള വാച്ചിലെ സമയം നോക്കിയാൽ മതി. അതിലെ സമയം 4 ആകാൻ 5 മിനിറ്റാണ്. യുവർ ഓണർ, അന്ന് എന്റെ വാച്ച് കേടായിരുന്നു. വാച്ച് കേടായിരുന്നു എന്ന നിങ്ങളുടെ വാദം സമ്മതിച്ചാൽ തന്നെയും പ്രശ്നം തീരുന്നില്ല. അന്നേ ദിവസം തന്നെ എടുത്ത ഈ ഫോട്ടോയെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? യുവർ ഓണർ, ഈ ഫോട്ടോയിൽ ചുവരിലുള്ള ക്ലോക്കിലെ സമയം അങ്ങ് ദയവായി നോക്കണം. അതിലെ സമയം 4:10. കൈമൾ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ നിന്നും ഇലഞ്ഞിക്കര വരെയുള്ള ദൂരം 80 കിലോമീറ്ററാണ്. അതായത് മിനിമം 2 മണിക്കൂർ യാത്ര. 4:10 വരെ ഇലഞ്ഞിക്കര ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ സാക്ഷി 4 മണിക്ക് കൈമൾ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ വെച്ച് ഗീതയെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കുക യുവർ ഓണർ? ഇനി കൂടുവിട്ട് കൂടുമാറുന്ന വിദ്യ വല്ലതും മാന്യ സാക്ഷി പഠിച്ചു വെച്ചിട്ടുണ്ടോ? യുവർ ഓണർ, ഇനി പല സാക്ഷികളെയും എനിക്ക് വിസ്തരിക്കാനുണ്ട്. അതിനു മുമ്പായി ഒരു രേഖ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുകയാണ്. ഇത്തരം രേഖകൾ തെളിവായി സ്വീകരിക്കാമോ എന്നതിനെ കുറിച്ച് വിവാദങ്ങൾ നടക്കുകയാണ്. പക്ഷേ ഇതിനെ ഞാനൊരു പ്രൈമറി എവിഡൻസ് എന്ന നിലയ്ക്കല്ല, ഒരു സപ്ലിമെന്ററി എവിഡൻസ് എന്ന നിലയിൽ ഈ കാസറ്റ് ടേപ്പ് ഹാജരാക്കുകയാണ്. പ്രകാശ്, ഇതൊരു തുടക്കം മാത്രം. This is only a beginning. കൂടുതൽ ഷോക്കുകൾ നേടാൻ തയ്യാറായിക്കൊള്ളും. വൈകിട്ടില്ല, കോംപ്രമൈസിന് ഇത് സമയമുണ്ട്. എന്താ ഒന്നും ഉണ്ടാത്തത്? ഓഹോ, എന്നോട് ദേഷ്യമായിരിക്കും. ശ്രീ പ്രകാശ്, ഞാൻ സമ്മതിക്കുന്നു, എന്റെ മോൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ബട്ട് ഫോർ ദാറ്റ് മാറ്റർ, മദ്യത്തിന്റെ ലഹരിയിൽ നമുക്ക് എല്ലാവർക്കും പറ്റാവുന്ന ഒരു അബദ്ധം മാത്രമാണ്. ഇരുകൂട്ടരും വിട്ടുവീഴ്ച ചെയ്യുന്നതിനെയാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത്. നമ്മൾ തമ്മിൽ ഇത്രയും അടുപ്പമുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഇപ്പോഴും ആദ്യത്തെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നത് കഷ്ടമാണ്. എന്റെ ഓഫർ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഈ കേസിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ 10 ലക്ഷം രൂപ വരെ അവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. 10 lakhs. ആ കുട്ടിക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഈ തുക ധാരാളമല്ലേ? നമുക്ക് എല്ലാം മറന്നൊന്നാകുകയും ചെയ്യാം. എന്ത് പറയുന്നു മിസ്റ്റർ പ്രകാശ്?
യുവർ ഓണർ, ഇത് ഞാൻ അങ്ങോട്ട് ചെയ്ത ഫോൺ കോൾ ആയിരുന്നെങ്കിൽ ട്രാപ്പ് ചെയ്യാനുള്ള അറ്റംപ്റ്റായി വ്യാഖ്യാനിക്കാമായിരുന്നു. ബട്ട് പ്ലീസ് നോട്ട്, മിസ്റ്റർ കൈമൾ തന്നെയാണ് എന്നെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നത്. കേസ് 22-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. യെസ്, ഈ കാർ ഒന്ന് സെർച്ച് ചെയ്യണം. എന്താ കാര്യം? നിങ്ങളുടെ ജൂനിയർ ആയിരുന്ന മിസ്റ്റർ ഗോപാലകൃഷ്ണനെ ഇന്നലെ രാത്രി നിങ്ങൾ തട്ടിക്കൊണ്ടുപോയതായി അയാളുടെ അമ്മ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ട്. തട്ടിക്കൊണ്ടുപോയെന്നോ? വാട്ട് ഡു യു മീൻ? ഐ മീൻ വാട്ട് ഐ സേ. ഇതാ വാറന്റ്. You are under arrest. പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കുമെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദത്തോട് യോജിക്കുവാൻ കഴിയുന്നില്ല. പ്രതിക്ക് സമൂഹത്തിലുള്ള സ്ഥാനവും ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിലുള്ള പ്രാഗൽഭ്യവും കണക്കിലെടുത്ത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിലെ സെക്ഷൻ 437 പ്രകാരം പ്രതി ശ്യാം പ്രകാശിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നു. പ്രകാശ്, അതെ, ഞാൻ തന്നെ. പുതിയ തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കുകയാണല്ലേ? കൊലക്കേസിൽ കുടുക്കി എന്നെ എന്നേക്കുമായി അങ്ങ് ഒഴിവാക്കി കളയാമെന്ന് വിചാരിച്ചു അല്ലേ? മനസാക്ഷിയില്ലാത്ത റാസ്കൽ. ഓരോ പ്രാവശ്യവും തന്നെ തന്റെ മകനെയും ജയിലിലാക്കാൻ നോക്കിയതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം. പ്രകാശ്, നിങ്ങൾ ശബ്ദിച്ചു പോകരുത്. ചതിയുടെയും വഞ്ചനയുടെയും അടിത്തറയിലാണ് താൻ തന്റെ അധോലോക സാമ്രാജ്യം പടുത്തുയർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഓരോരോ തിരിമറിക്കും അപ്പപ്പ കാശ് വാങ്ങിച്ച് സർക്കാരിനെ സേവിക്കുന്ന മാന്യൻ അധികാര കസേര ഉറപ്പിച്ച് നിർത്താനായിരിക്കും ഈ തെണ്ടികളുടെയൊക്കെ പാദസേവ സാർ നടത്തുന്നത്. മകൾക്ക് എത്രയും പെട്ടെന്ന് വേറെ ചെറുക്കനെ അന്വേഷിച്ചോണം. ഇവനുമായിട്ടുള്ള വിവാഹം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. ഗോപാലകൃഷ്ണന്റെയും ഗീതയുടെയും കൊലപാതകങ്ങളെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ 2 കൊലപാതകങ്ങളും നടത്തിയത് ആരാണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇനി എന്തെങ്കിലും ഡേർട്ടി ടാറ്റിക്സിനാണ് ഭാവമെങ്കിൽ ചോരക്കളി എനിക്ക് വശമില്ലെന്ന് ആരും കരുതണ്ട. ഒരു പുതിയ ശ്യാം പ്രകാശിനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും, ഓർത്തോളൂ.